103-ാമത്തെ വർക്ക്ഷീറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കോമ്പിനേഷനാണത്. എ സോളിഡ് ഈസ് മെയ്ഡ് ബൈ ഫിക്സിങ് എ ഹെമിസ്ഫിയർ അറ്റ് ദ ബേസ് ഓഫ് എ കോൺ. കോണിൻ്റെ താഴെ ഹെമിസ്ഫിയർ ഫിക്സ് ചെയ്തിരിക്കുന്നു. ഇവിടെ നമുക്കത് രണ്ടും കൂടി സെപ്പറേറ്റ് ചെയ്യാം. നമുക്കിങ്ങനെ ഓക്കെ, ഇതാണ്, ഇവിടെയാണ് അതിൻ്റെ സെപ്പറേഷൻ വരുന്നത്, ഇവിടെയാണ്. ഓക്കെ, ഹെമിസ്ഫിയറിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ഹെമിസ്ഫിയറും സ്ഫിയറും കൂടി, ഹെമിസ്ഫിയറും കോണും കൂടി ചേർത്ത് വച്ചിരിക്കുന്നു. ഓക്കെ, ഹൈറ്റ് ഓഫ് ദ കോൺ ഈസ് 12 സെൻറ്റിമീറ്റർ. കോണിൻ്റെ ഹൈറ്റ്, കോണിൻ്റെ മാത്രം ഹൈറ്റ്, അത് ഏതാണ്ട് ഇതാണല്ലോ. കോണിൻ്റെ ഹൈറ്റ് ഈ കാണുന്നതാണ്. കോണിൻ്റെ ഹൈറ്റ് ഇത്രയും, ദാറ്റ് ഈസ് 12 സെൻറ്റിമീറ്റർ. ഓക്കെ, ഹൈറ്റ് ഓഫ് ദ സോളിഡ്, ദ എൻറ്റയർ ഹൈറ്റ്, ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ സോളിഡ്, അത് ഇത്രയും വരും. അത് 17 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നിന്ന് ഇവിടത്തോളം 12ഉം ഇവിടെ നിന്ന് ഇവിടത്തോളം 17ഉം ആണെങ്കിൽ ദിസ് ഡിസ്റ്റൻസ്, ദിസ് ഹൈറ്റ് വിൽ ബി, this distance will be 17 minus 12, that is 5. അതാണ് നമ്മുടെ ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ്. ദിസ് ഈസ് ദ റേഡിയസ് ഓഫ് ദ ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ കാണുന്ന റേഡിയസ്. ഓക്കെ, അപ്പോൾ റേഡിയസ് ഓഫ് ദ ഹെമിസ്ഫിയർ, റേഡിയസ് ഓഫ് ദ ഹെമിസ്ഫിയർ ഈസ് 5. റേഡിയസ് ഓഫ് ദ ഹെമിസ്ഫിയർ ഈസ് 5 എന്ന് നമുക്ക് കൃത്യമായിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഈ കാര്യം, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ ഹെമിസ്ഫിയർ? അപ്പോൾ എ ഈസ് ഈക്വൽ ടു 17 മൈനസ് 12, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. ബി, വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ? നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണിത്. ഇവിടെ നിന്ന് ഇവിടത്തോളം 12 ആണ്. ഓക്കെ, this is 12 and this is 5. സ്ലാൻഡ് ഹൈറ്റ് ഇവിടെ എൽ എന്ന് എഴുതിയാൽ, ഓക്കെ, അപ്പോൾ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു, എൽ സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു 5 സ്ക്വയർഡ് പ്ലസ് 12 സ്ക്വയർഡ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 25 പ്ലസ് 144, 169. Therefore L is equal to root of 169, that is equal to 13 സെൻറ്റിമീറ്റർ എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, അടുത്ത് കാൽക്കുലേറ്റ് ദ സർഫസ് ഏരിയ ഓഫ് ദ സോളിഡ്. സി, സർഫസ് ഏരിയ ഓഫ് ദ സോളിഡ്, സർഫസ് ഏരിയ ഓഫ് ദി സോളിഡ്, ഇത് മൊത്തത്തിലുള്ള സർഫസ് ഏരിയ ആണ്. ദിസ് ഇസ് ഈക്വൽ ടു സർഫസ് ഏരിയ ഓഫ് ദി കർവ്ഡ് സർഫസ് ഏരിയ. സർഫസ് ഏരിയ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കരുത്. സർഫസ് ഏരിയ ഓഫ് ദ സോളിഡ് ഇസ് ഈക്വൽ ടു, സോളിഡിൻ്റെ സർഫസ് ഏരിയ വരണമെങ്കിൽ കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി ഹെമിസ്ഫിയർ. അപ്പോൾ ഇവിടെ നമുക്ക് പൈ ആർ എൽ പ്ലസ് 2 πr സ്ക്വയർ എന്നെഴുതാം. പൈ ഇൻറ്റു 5 ഇൻറ്റു 13 പ്ലസ് 2 pi into r is 5 square. Therefore 65 pi plus 50 pi എന്ന് എഴുതാം. That is equal to 115 pi സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാനായിട്ട് സാധിക്കും. സി, ഇനി നമുക്ക് ഡി എന്ന ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞാൽ, ഡിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഡി ഈസ് ഈക്വൽ ടു, ഓക്കെ, കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ സോളിഡ്.
Volume of the solid is equal to കോണിൻ്റെ വോളിയം ഓഫ് കോൺ പ്ലസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ, that is equal to 1/3 pi r squared h plus 1/3 2/3 pi r cubed, that is equal to 1/3 pi into 5 square into 12 plus 2/3 pi into 5 cubed, that is equal to 100 pi plus 250 pi by 3, that is equal to 550 pi by 3 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ആ സബ് ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ചോദ്യത്തിലുള്ളത്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഇനി. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാൽ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഹെമിസ്ഫിയേഴ്സ് ആർ ഫിക്സ്ഡ് അറ്റ് ദ എൻഡ്സ് ഓഫ് എ സിലിണ്ടർ. Radius of the hemispheres and cylinder are equal. Total height of the solid is 19. Common radius is 7. ഏതാണ്ട് ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ചിത്രം വരുന്നത്. വരക്കാം നമുക്ക്. അതായത് there is a cylinder. Hemispheres are fixed at the ends of a cylinder. ഒരു സിലിണ്ടറിൻ്റെ രണ്ടറ്റത്തും ഇതുപോലെ ഹെമിസ്ഫിയറുകൾ ഉറപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഒരു ഹെമിസ്ഫിയർ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വേറൊരു ഹെമിസ്ഫിയർ വെച്ചിട്ടുണ്ട്. ഐഡൻറ്റിക്കൽ ഹെമിസ്ഫിയേഴ്സാണ്. ഓക്കെ, ഒരേ വലിപ്പമുള്ളതാണ്. ഇങ്ങനെയാണ് ആ ഹെമിസ്ഫിയേഴ്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ രണ്ടിനും കോമൺ ആയിട്ടുള്ളൊരു റേഡിയസ് ഉണ്ട്. ദാറ്റ് കോമൺ റേഡിയസ്, ഇറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദ സിലിണ്ടർ ഓൾസോ. ദാറ്റ് റേഡിയസ് ഈസ് 7. കോമൺ റേഡിയസ് ഈസ് 7. ഇതെല്ലാം 7 ആണ്. ഹൈറ്റ് ഓഫ് ദ സോളിഡ് ഈസ് 19. ഹൈറ്റ് ഓഫ് ദ സോളിഡ് അത് ഇത്രയുമാണ്. ഇത് ഇത്രയും 19 ആണ്. ഹൈറ്റ് ഓഫ് ദ സോളിഡ് ഈസ് 19. ഇപ്പം ഇത് 7 ആണെങ്കിൽ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും 7 ആണ്, ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും 7 ആണ്. അപ്പോൾ ഇതിൻ്റെ മാത്രമുള്ള ഹൈറ്റ്, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് height of the cylindrical part, length of the cylindrical part അല്ലെങ്കിൽ height of the cylindrical part, ഈ ലെങ്ത് എത്രയായിരിക്കും? that is 19 minus 7 അതായത് 14, that is equal to 5 ആണ് ഈ ഭാഗത്തെ മാത്രം ഹൈറ്റ്. ഇനി നമുക്ക് ചിന്തിക്കാം ഓരോ കാര്യങ്ങൾ. ഒന്നാമത്തെ പാർട്ട്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇത് സിലിണ്ടറിക്കലാണ്. അതിൽ ഇത് കണ്ടോ, ഇതുപോലെയാണ് അതിൻ്റെ ഒരു ഷേപ്പ് വരുന്നത്. ആ ചിത്രം മനസ്സിൽ കാണുക. ഓക്കെ, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ? ദാറ്റ് ഈസ് 5 സെൻറ്റിമീറ്റർ. ഓക്കെ, ദാറ്റ് ഈസ് 5 സെൻറ്റിമീറ്റർ. ഇങ്ങനെ വ്യക്തമായിട്ട് എഴുതാം. ദാറ്റ് ഈസ് 17 minus 14, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ. രണ്ടാമത്തെ ചോദ്യം, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ സോളിഡ്. വാട്ട് ഈസ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ സോളിഡ്? അതാണ് രണ്ടാമത്തെ ചോദ്യമായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഒന്ന് ചിന്തിക്കുക. ഇവിടെ ഒരു കർവ്ഡ് സർഫസ് ഏരിയ ഉണ്ട്, ഇവിടെ ഒരു കർവ്ഡ് സർഫസ് ഏരിയ ഉണ്ട്. രണ്ട് കർവ്ഡ് സർഫസ് ഏരിയകളാണ്. ഒരേ വലിപ്പമുള്ള രണ്ട് ഹെമിസ്ഫിയേഴ്സാണ്. ചേർത്ത് വെച്ച് നോക്കിയാൽ ഒരു സ്ഫിയറായി കാണും. ഇതും ചേർന്നാൽ 2 × 2πr² എന്ന് പറയാം. അതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ചേർന്നിട്ടുള്ള കർവ്ഡ് സർഫസ് ഏരിയ. പിന്നെ ഇതിൻ്റെ സർഫസ് ഏരിയ, അതിന് രണ്ട് സൈഡിലുള്ള
ചുറ്റുമുള്ളത്, അതായത് കർവ്ഡ് സർഫസ് ഏരിയ ഈസ് ദ ലാറ്ററൽ സർഫസ് ഏരിയ, ഇറ്റ് ഈസ് ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. 9ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് ഓർക്കുക. ദാറ്റ് ഈസ് 4πr² പ്ലസ് 2πrh എന്ന് വരും. അതിലേക്ക് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4π × 7² പ്ലസ് 2π × 7 × 5. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 266 π cm² എന്ന് കിട്ടും. കാൽക്കുലേറ്റ്, മൂന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത് കാൽക്കുലേറ്റ് ഇറ്റ്സ് ഓളിയം. ഓളിയം എത്രയാണെന്നാണ് അടുത്ത ചോദ്യം. ഓളിയം ഇസ് ഈക്വൽ ടു, മൂന്നാമത്തെ സി, ഓളിയം ഇസ് ഈക്വൽ ടു 2 ഓളിയം കൂടി കൂട്ടുക, 2 ഹെമിസ്ഫിയറുകൾ ചേർന്നാൽ ഒരു സ്ഫിയർ ആവും. ദാറ്റ് ഈസ് 4/3 πr³ പ്ലസ് πr²h. അതാണ് സിലിണ്ടറിൻ്റെ വോളിയം. ചേർന്ന് കഴിയുമ്പോൾ 4/3 π × 7³ പ്ലസ് π × 7² × 5. നമുക്ക് ആൻസർ വരുന്നത് 1372/3 π പ്ലസ് 245 π. The answer will be 2107 π/3 cm³ എന്ന് നമുക്ക് കിട്ടുന്നു. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഇത് മൂന്നാമത്തെ ചോദ്യം ഇതാണ്. എ കോൺ ഈസ് ഫിക്സ്ഡ് അറ്റ് വൺ എൻഡ് ഓഫ് എ ഹെമിസ്ഫിയർ ആൻഡ് അതർ എൻഡ് ഓഫ് എ സിലിണ്ടർ. എ കോൺ ഈസ് ഫിക്സ്ഡ് അറ്റ് വൺ എൻഡ് ആൻഡ് ഹെമിസ്ഫിയർ അറ്റ് ദ അതർ എൻഡ് ഓഫ് എ സിലിണ്ടർ. ഒരു സിലിണ്ടർ ഇതാണ്. ആ സിലിണ്ടറിൻ്റെ ഒരറ്റത്ത് കോണും മറ്റേ അറ്റത്ത് ഹെമിസ്ഫിയറുമാണ്. ഇപ്പോൾ ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. ഇവിടെ ഒരു കോണുണ്ട്, ഇവിടെ ഒരു ഹെമിസ്ഫിയറുണ്ട്. ഏതാണ്ട് ഇതുപോലെ ചിത്രം. ഓക്കെ, കോൺ ആൻഡ് ഹെമിസ്ഫിയേഴ്സ് ആർ ഫിക്സ്ഡ് ഹിയർ. കോമൺ ആയിട്ടുള്ള ഭാഗം, ഇവിടെ ഒരു കോമൺ പാർട്ടുണ്ട്, ഇവിടെയും ഒരു കോമൺ പാർട്ടുണ്ട്. നമുക്കിതിങ്ങനെ വരക്കാം. ഓക്കെ, common radius is 4.2 centimeter. Common radius is, this is 4.2 centimeter. ഇവിടെയും 4.2 centimeter ആണ്. And total height is 23.2. ഇവിടെ നിന്ന് ഇവിടത്തോളമുള്ള ഹൈറ്റ്, ഇവിടെ നിന്ന് ഇവിടത്തോളമുള്ള ഹൈറ്റ് 23. ഉണ്ടോ ഈ ഹൈറ്റ്? ഇറ്റ് ഈസ് 23.2 സെൻറ്റിമീറ്റർ. ഹൈറ്റ് ഓഫ് ദ സിലിണ്ട്രിക്കൽ പാർട്ട്, ഈ ഭാഗത്തിൻ്റെ ഹൈറ്റ് ഇറ്റ് ഈസ് 14 സെൻറ്റിമീറ്റർ. ഹൈറ്റ് ഓഫ് ദ സിലിണ്ട്രിക്കൽ പാർട്ട് ഈസ് 14 സെൻറ്റിമീറ്റർ. ഓക്കെ, 14 സെൻറ്റിമീറ്റർ. ഇതാണ് നമ്മുടെ ചിത്രം. എന്നിട്ട് ഇവിടെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ കോൺ? കോണിൻ്റെ ഹൈറ്റ് എത്ര? ഇതാണ് ചോദ്യം. അപ്പോൾ കോണിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ റെഡ് കളറിൽ ഞാൻ മാർക്ക് ചെയ്യുന്ന ഈ ഭാഗമാണ് കോണിൻ്റെ ഹൈറ്റ്. ഓക്കെ, കോണിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ്. ഇതാണ് കോണിൻ്റെ ഹൈറ്റ്. ഓക്കെ, അതിന് നമുക്കൊരു എക്സ് എന്നോ എന്തെങ്കിലും കൊടുക്കാം. എക്സ് എന്തെങ്കിലും ആകട്ടെ, എക്സ് ഒന്ന് കൊടുക്കാം. അതൊന്ന് മനസ്സിലാക്കി. ഇത് 4.2 ആണെങ്കിൽ ഇങ്ങോട്ടും 4.2 ആയിരിക്കും എന്ന് വ്യക്തം. 4.2 ഇത്രയും, ഇത് 14. നമുക്ക് പറയാമല്ലോ, ഈ 14 തന്നെയാണല്ലോ ഈ നീളം. അപ്പോൾ 14 പ്ലസ് ഇങ്ങനെ എഴുതാം. ആ ചിത്രത്തിലേക്ക് നോക്കി കുറച്ച് ഭാവനയോടുകൂടി എഴുതുക. 4.2 താഴെയുള്ളത്, 14 സിലിണ്ടറിൻ്റേത്, പിന്നെ എക്സ്. ഇത് മൂന്നും ചേർന്ന് കഴിയുമ്പോഴാണ്, കൂട്ടിക്കഴിയുമ്പോഴാണ്, സംഖ്യകളാണല്ലോ, ഇത് കൂട്ടിക്കഴിയുമ്പോഴാണ് 23.2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നത്. യൂണിറ്റ് ഒന്നും എഴുതണ്ട, വെറുതെ അഡീഷൻ എഴുതുക. ദാറ്റ് ഈസ് 18.2 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 23.2. ദെർഫോർ എക്സ് ഇസ് ഈക്വൽ ടു
23.2 minus 18.2 that is equal to എത്രയാണെന്ന് നോക്കൂ. 22. അപ്പോൾ ഇവിടെ 5 എന്ന് കിട്ടും. 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 5 സെൻറ്റിമീറ്റർ ആണ്. ദിസ് ഈസ് 5 സെൻറ്റിമീറ്റർ. കാൽക്കുലേറ്റ് ഓളിയം ഓഫ് ദ കോൺ. കോണിൻ്റെ ഓളിയം കാണുക. എഴുതാം. ബി ഓളിയം ഓഫ് ദ കോൺ ഇസ് ഈക്വൽ ടു ഓളിയം ഓഫ് ദ കോൺ ഇസ് ഈക്വൽ ടു 1/3 പൈ ആർ സ്ക്വയർ എച്ച്. 1/3 പൈ ഇൻറ്റു 4.2 സ്ക്വയർ ഇൻറ്റു 5. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 29.4 പൈ സെൻറ്റിമീറ്റർ ക്യൂബ്ഡ് ആയിരിക്കും. ചെയ്തു നോക്കണം. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. കാൽക്കുലേറ്റ് ഓളിയം ഓഫ് ദ കോൺ. കാൽക്കുലേറ്റ് ദ ഓളിയം ഓഫ് ദ കോൺ പറഞ്ഞു. അടുത്ത് വാട്ട് ഈസ് ദ ഓളിയം ഓഫ് ദ ഹെമിസ്ഫിയർ. സി എന്ന് പറഞ്ഞാൽ ഓളിയം ഓഫ് ദ ഹെമിസ്ഫിയർ ആണ്. ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്. ഓളിയം ഓഫ് ദ കോൺ 2 പ്രാവശ്യമുണ്ട്. ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയർ. ഓളിയം ഓഫ് ദ ഹെമിസ്ഫിയർ. ഓക്കെ, ഓളിയം ഓഫ് ദ ഹെമിസ്ഫിയർ ആണ് പ്രശ്നം. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം ഓളിയം ഓഫ് ദ ഹെമിസ്ഫിയർ ഇസ് ഈക്വൽ ടു ഓളിയം ഓഫ് ദ ഹെമിസ്ഫിയർ ഇസ് ഈക്വൽ ടു ഓളിയം ഓഫ് ദ ഹെമിസ്ഫിയർ ഓഫ് ദി ഓളിയം ഓഫ് ദി ഹെമിസ്ഫിയർ ഇസ് ഈക്വൽ ടു ഹെമിസ്ഫിയർ ഇസ് ഈക്വൽ ടു 2/3 pi r cubed. That is equal to 2/3 pi into r cubed. That is 4.2 cubed. നമുക്ക് കിട്ടുന്ന ഉത്തരം 49.3 ഓളിയം ഓഫ് ദ ഹെമിസ്ഫിയർ 39 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് ആയിരിക്കുള്ളൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ഡി കാൽക്കുലേറ്റ് ദ ഓളിയം ഓഫ് ദ സിലിണ്ടർ. ഓളിയം ഓഫ് സിലിണ്ടർ. സിലിണ്ടറിക്കൽ പാർട്ടിൻ്റെ ഓളിയം പൈ ആർ സ്ക്വയർ എച്ച്. ദാറ്റ് ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു 4.2 സ്ക്വയർ ഇൻറ്റു 14. ദ ആൻസർ വിൽ ബി 246.96 pi സെൻറ്റിമീറ്റർ ക്യൂബ്ഡ്. വാട്ട് ഈസ് ദ ടോട്ടൽ ഓളിയം ഓഫ് ദ കോമ്പിനേഷൻ? ഇത് മൂന്നും കൂടി, ഇതെല്ലാം നാലും കൂടി കൂട്ടിക്കഴിയുമ്പോൾ ഈ 3 എണ്ണത്തിൻ്റെ ഓളിയം കൂടി കൂട്ടിക്കഴിയുമ്പോൾ ആണ് നമുക്ക് കോമ്പിനേഷൻ്റെ ഓളിയം കിട്ടുന്നത്. ഈ 3 ഓളിയവും കൂടി കൂട്ടിക്കഴിയുമ്പോൾ അതാണ് നമുക്ക് ഓളിയം. ഫൈനൽ ഓളിയം ഇസ് ഈക്വൽ ടു 29.4 സെൻറ്റിമീറ്റർ പൈ സെൻറ്റിമീറ്റർ ക്യൂബ്ഡ്. അതാണല്ലോ ആദ്യത്തേൻ്റെ. ഇപ്പോൾ ആഡീഷൻ വരുമ്പോൾ യൂണിറ്റ് എഴുതണ്ട. 29.4 പൈ പ്ലസ് 49.39 പൈ പ്ലസ് 246.96 പൈ. The final answer will be 1022.85 cubic centimeter. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ചോദ്യം. ഇനി നാലാമത്തെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്ന ഈ വർക്ക്ഷീറ്റിൽ അത് ഈ കാണുന്നതാണ്. ഓക്കെ, നാലാമത്തെ ചോദ്യം ഇന്നതാണ്. ഓക്കെ, കോൺ ഓഫ് radius 10 centimeter and height 10 centimeter. A cone of radius 10 centimeter and height 8 centimeter. Okay, cone of radius 10 centimeter and height 8 centimeter. ഇവിടെ രണ്ട് പ്രാവശ്യം കാണുന്നുണ്ട്. ഇവിടെ കോൺ ഓഫ് റേഡിയസ് 10 സെൻറ്റിമീറ്റർ, ഇത് കട്ട് ചെയ്ത് കളയാം, ആൻഡ് height 8 centimeter is divided into 2 equal part, divided equally by a plane, divided equally by a plane parallel to the base and half of its height. Divided its height into equal parts.
കോണിൻ്റെ ആ പൊക്കം ഉണ്ടല്ലോ, ആ പൊക്കത്തിൻ്റെ കൃത്യം പകുതിയിൽ വെച്ചാണ് അത് മുറിക്കുന്നത്. ഇങ്ങനൊരു കോണുണ്ട്, ആ കോണിൻ്റെ ബേസാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. ഓക്കെ, ഒരു പ്ലെയിൻ സർഫസ് അതിൻ്റെ ഹൈറ്റിൻ്റെ, ഇതാണ് ഹൈറ്റ്, ഹൈറ്റിനെ കൃത്യം നടുക്കായി വെച്ച് മുറിക്കുന്നു. അപ്പോൾ ഹൈറ്റ് h ആണെങ്കിൽ ഇതിങ്ങനെയാണ് ആ സർഫസ് വന്ന് മുറിക്കുന്നത്. ദിസ് ഇസ് h/2 ആൻഡ് ദിസ് ഇസ് h/2. ഹൈറ്റിനെ കൃത്യം പകുതിയാക്കുന്നു. ഓക്കെ, ഇതിൻ്റെ വോളിയം ഈക്വലൊന്നും ആയിരിക്കില്ല, രണ്ട് വശത്തിൻ്റെയും ഹൈറ്റ് കൃത്യം പകുതിയാകുന്നു. നമുക്കറിയാമല്ലോ താഴെയായിരിക്കും വലുതെന്ന്, കാരണം സ്പേസ് കൂടുതൽ ഇവിടെയാണ്. ഒരു കാഴ്ചയിൽ തന്നെ നമുക്കറിയാം ഹൈറ്റിനെയാണ് പകുതിയാക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് ദ കോൺ ഈസ് 8 സെൻറ്റിമീറ്റർ. റേഡിയസ് ഓഫ് ദ കോൺ, ആ കോണിൻ്റെ റേഡിയസ് ഇവിടെ പറയുന്നത് റേഡിയസ് 10 സെൻറ്റിമീറ്റർ, കോണിൻ്റെ റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 8 സെൻറ്റിമീറ്റർ. ഹൈറ്റ് 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാമല്ലോ ഹൈറ്റ് 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് 4, ഇത് 4 രണ്ടായിട്ട് മുറിക്കപ്പെടും. ഓക്കെ, ഇതാണ് നമ്മളുടെ കാഴ്ച. എന്നിട്ട് ചോദ്യങ്ങൾ നോക്കുക. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്മോൾ കോൺ ടേക്കൺ ഫ്രം ദ ബിഗ് കോൺ? ഈ മുകളിലുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തിൻ്റെ റേഡിയസ് എത്രയാണെന്നാണ്. ഇങ്ങനെ മുറിച്ച് കഴിയുമ്പോൾ ഇവിടെയും ഒരു 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 സർക്കുലർ പാർട്ട് വരും. ഇതിൻ്റെ റേഡിയസ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എ ബി സി ഡി ഇ എന്ന് പേര് കൊടുത്താൽ നമുക്ക് എഴുതാം ട്രയാങ്കിൾ എ ഡി ഇ ആൻഡ് ട്രയാങ്കിൾ എ ബി സി ആർ സിമിലർ. ഇത് രണ്ടും സിമിലറാണ്. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസാണ്. അങ്ങനെയാണെങ്കിൽ വലിയ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ബൈ ഈ മുകളിലത്തെ ചെറിയ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ഈസ് ഈക്വൽ ടു വലിയ ട്രയാങ്കിളിൻ്റെ ബേസ് 10 ബൈ ചെറിയ ട്രയാങ്കിളിൻ്റെ ബേസ്. അതാണല്ലോ റേഡിയസ്. സിമിലർ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഈസ് ഈക്വൽ ടു 10 ബൈ ആർ. ദെർഫോർ ആർ ഈസ് ഈക്വൽ ടു 10 ബൈ 2, ദാറ്റ് ഈസ് 5. ഇത് വന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ആദ്യത്തെ ആൻസർ 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, രണ്ടാമത്തത് കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ സ്മോൾ കോൺ. സ്മോൾ കോണിൻ്റെ മുകളിലുള്ള കോണിൻ്റെ വോളിയം കാണാം, ബി. ദാറ്റ് ഈസ് വോളിയം ഈസ് ഈക്വൽ ടു 1/3 pi into this is 5 squared into 4, that is equal to 25 into 4, 100 by 3 pi സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. സി, what is the volume of the remaining part? What is the volume of the calculate the volume of the small cone. ഇനി നമുക്ക് ചോദ്യം what is the volume of the remaining part? അപ്പോൾ വോളിയം ഓഫ് ദ ബിഗ് കോൺ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. വോളിയം ഓഫ് ബിഗ് കോൺ ഈസ് ഈക്വൽ ടു 1/3 pi into 10 squared into 5, that is equal to 500 pi by 3 എന്ന് വരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടല്ലോ. ദിസ് ഈസ് 1/3 pi r സ്ക്വയർ ഇൻറ്റു എച്ച്. ഇവിടെ 5 അല്ല, എച്ച് ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് എച്ച്? ഹൈറ്റ് എച്ച് ആണ്, 8. അപ്പോൾ ഇവിടെ വരുന്നത്
800/3 പൈ എന്നാണ് വരുന്നത് ഇതിൻ്റെ മുഴുവൻ വോളിയം. അപ്പോൾ റിമൈനിങ് പാർട്ട് എന്ന് പറഞ്ഞ ഈ ഭാഗവും വോളിയം ഓഫ് റിമൈനിങ് പാർട്ട് ഈസ് ഈക്വൽ ടു 800π/3 minus 100π/3, that is 700π/3 എന്ന് സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ വോളിയം? വോളിയത്തിൻ്റെ റേഷ്യോ എന്തായിരിക്കും? ഇത് 100/3 അത് നമുക്ക് പ്രത്യേകിച്ച് എഴുതാം. ഇത് 700ഉം മറ്റത് 100ഉമാണ് വരുന്നത്. അപ്പോൾ റേഷ്യോ ഈസ് ഈക്വൽ ടു 100π/3 ഈസ് ഈക്വൽ ടു ഇൻറ്റു 700π/3, ദാറ്റ് ഈസ് 1:7 എന്ന് പറയും. അപ്പോൾ താഴെയുള്ള വോളിയത്തിൻ്റെ 8ൽ1 ഭാഗമാണ് മുകളിലുള്ള വോളിയം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ വർക്ക്ഷീറ്റിൽ പറഞ്ഞിട്ടുള്ളത്.